1979 ഈ പടികടന്നെത്തിയ വിദ്യാർത്ഥി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. CM VD സതീശൻ. അഭിനന്ദനങ്ങളെന്ന് SH കോളേജ് തേവര പറയുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ട കാലം. 1979 പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി തേവര SH കോളേജിലെ പ്രസംഗവേദികളിൽ തീപ്പൊരിയായി. വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവനായി. അവരവനെ കോളേജ് യൂണിയനിലേക്ക് തുടർച്ചയായി തിരഞ്ഞെടുത്തു. ഇവിടെ നിന്നാണ് VD സതീശൻ എന്ന നേതാവിൻ്റെ വളർച്ചയുടെ തുടക്കം. നമ്മുടെ CM മുമ്പ് ഈ കോളേജിൽ പഠിച്ച സമയത്ത് ഇവിടെ അധ്യാപകരായിരുന്ന മറ്റ് സ്റ്റാഫുകളൊക്കെ ആയിരുന്ന ആളുകൾ ഇപ്പോഴും കോളേജിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർക്കൊക്കെ CMനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അന്ന് ഇലക്ഷൻ വളരെ സജീവമായിട്ടുള്ള ഇലക്ഷനായിരുന്നു. അതായത് കോളേജ് ഇളകി മറിയുന്ന തരത്തിലുള്ള ഇലക്ഷൻ പ്രൊപ്പഗാൻഡയും അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ നമ്മുടെ CM ഉണ്ടായിരുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ജയിനായിട്ട് ഈ 5 വർഷവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സതീശനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കഴിവാണ്, ഏറ്റവും വലിയ കഴിവ്. പിന്നെ പഠിച്ചിട്ടേ സംസാരിക്കാറുള്ളൂ. അന്ന് ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷൻ സമയത്ത് സ്വാഗതം പറഞ്ഞതിൻ്റെ ഫോട്ടോയാണ്. റഹ്മാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ ആർട്സ് ഫെസ്റ്റിവൽ നടി ശോഭനയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിലൊക്കെ സംഘാടകനായി CM VD സതീശൻ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണല്ലേ? തീർച്ചയായും. തേവര കോളേജിനെ സംബന്ധിച്ച് തേവര കോളേജിൻ്റെ ചരിത്രത്തിൽ ഇവിടുത്തെ പഠിച്ചുപോയ പല പ്രഗത്ഭരിൽ KM മാണി, PJ ജോസഫ്, അതുപോലെ തോമസ് ഐസക്, ബേബി ജോൺ, ഇവരുടെ നിരയിൽ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെ ശ്രീ VD സതീശൻ ഉയർന്നു വരുന്നതിൽ കോളേജിന് തീർച്ചയായും അഭിമാനമുണ്ട്. BA സോഷ്യോളജി അത് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ ദേശീയതയ്ക്ക് യുവത നൽകുന്ന പാഠഭേദം എന്നൊരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴും വളരെ വാലിഡ് ആയിട്ടുള്ളൊരു അതാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. ദേശീയതയ്ക്ക് യുവത നൽകുന്ന പാഠഭേദം എന്നാണ് ഈ ലേഖനത്തിൻ്റെ പേര്. ഇതിൻ്റെ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ദേശീയ ബോധം തീർച്ചയായും അന്ധമായ ദേശസ്നേഹത്തിൽ ഒതുങ്ങി നിന്നുകൂടാ. വിശ്വമാനവികത എന്ന മഹൽ സങ്കല്പത്തിന് പ്രതിബദ്ധമാകാത്തിടത്തോളമേ ദേശീയ ബോധത്തിന് പ്രസക്തിയുള്ളൂ. പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴും പ്രസക്തമായ കാര്യമാണ് അന്ന് 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് നിനവ് എന്ന കോളേജ് മാഗസിനിൽ. അതെ, അദ്ദേഹം ഇവിടെ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഈ ഓഡിറ്റോറിയത്തിലാണ് എന്നെ പ്രസംഗിച്ച് പഠിക്കാൻ പറ്റിയതും എൻ്റെ സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റിയതെന്നും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ മിക്കവാറും കോളേജിൽ വരുമ്പോഴൊക്കെ ഈ ഓർമ്മ പുള്ളി അയവിറക്കാറുണ്ട്. അന്ന് എറണാകുളത്ത് KSUവിൻ്റെ ജില്ലാ നേതാവായിരുന്നു VD സതീശൻ. SHൻ്റെ ഒരു അലുമിനായി എന്ന് പറയുമ്പോൾ അത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും പ്രൗഡുമാണ്. ആക്ച്വലി ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. സാറിന് ഈ കേരള എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ ഒരു പെർഫെക്റ്റ് വേർഷനിലേക്ക് എങ്ങനെ എത്തിക്കണമെന്നുള്ളത് സാറിന് നല്ലൊരു വിഷനുണ്ട്. കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം പഠിച്ച ക്യാമ്പസും ഇവിടുത്തെ ആളുകളും ആഗ്രഹിക്കുന്നു. അന്ന് അദ്ദേഹം പഠിച്ച ആ കാലത്തെ ക്യാമ്പസിൽ നിന്ന് ഈ ക്യാമ്പസിന് ചെറിയ മാറ്റമുണ്ട്. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം പടിക്ക് പുറത്താണ്. കൊച്ചിയിൽ നിന്ന് ശരത് അമ്പാട്ടുകാവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.